എന്തുകൊണ്ട് ഇവനെ ഈ പോലീസ് സ്റ്റേഷനടിയിൽ തന്നെ കുളിച്ചിട്ടുകൂടാ? അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസാൽ തന്നെ പുതുക്കി പഴയതുപോലെയാക്കാൻ നല്ല സമയമെടുക്കുമായിരുന്നു. മാത്രമല്ല അതിന് സാധനങ്ങളും വേണം. പോലീസ് സ്റ്റേഷന് പണി കഴിഞ്ഞിട്ട് അധികം നാളാവാത്തതുകൊണ്ട് പണിക്കായി ഉപയോഗിച്ചിരുന്ന ബാക്കി വന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ കിട്ടാവുന്ന ആയുധങ്ങളും എടുത്ത് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ തറ കൊത്തിപ്പൊളിച്ചു. പക്ഷേ ആ കുഴി തോണ്ടിക്കൊണ്ടിരിക്കെ ഞങ്ങൾ കണ്ടത് അക്ഷരാർത്ഥത ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ പോലീസ് സ്റ്റേഷൻ്റെ തറക്കടിയിൽ മറ്റൊരു ഡെഡ് ബോഡി. പക്ഷേ അതൊരു അസ്ഥികൂടമായിരുന്നില്ല. പൂർണ്ണമായി നശിക്കാതെ മെഴുകുപോലെ മാറിയ ഒരു ശവമാണ്. മണ്ണിനുള്ളിലെ ഈർപ്പവും വായു കിട്ടാത്ത സാഹചര്യവും കാരണം ശരീരം ഒരു മെഴുകുപോലെ മാറിയിരിക്കുകയാണ്. കുറച്ചു നേരത്തെ ആലോചനയായി സഹദേവൻ ഇതാരുടെ ബോഡിയായിരിക്കാമെന്ന് ആലോചിച്ചു. അതെ, ഇത്രയും നാൾ നമ്മളെല്ലാവരും തേടി നിറഞ്ഞത് വരുൺ പ്രഭാകരൻ്റെ ബോഡിയാണത്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സഹദേവൻ ആ ബോഡി വണ്ടിയിലെടുത്ത് പുറത്തേക്കിറങ്ങി. പോകാൻ നേരം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് താൻ വരാൻ കുറച്ച് ലേറ്റാകുമെന്നും അതിനിടയിൽ അലക്സിൻ്റെ ബോഡി കുഴിച്ചിടണമെന്നും പൊളിച്ചതൊക്കെ പഴയതുപോലെ തിരിച്ചാകെ വെക്കണമെന്നും അവരെ പറഞ്ഞേൽപ്പിക്കുന്നു. അവിടുന്ന് ഞാൻ പോയത് ജോർജ് കുട്ടിയുടെ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു കുടിയെടുത്ത് വരുണിൻ്റെ ബോഡി ഞാൻ അവിടെ കുഴിച്ചിട്ടു. അടുത്ത ദിവസം വന്ന് ആ സ്ഥലം പരിശോധിച്ച് വരുണിൻ്റെ ബോഡി അവിടെ നിന്നും കണ്ടുപിടിച്ച് ജോർജ് കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരുണിൻ്റെ ബോഡി അന്വേഷിച്ച് നിങ്ങൾ ആ സ്റ്റേഷൻ വീണ്ടും പൊളിച്ചു. പക്ഷേ നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അത് വരുണിൻ്റേതുമായിരുന്നില്ല. ഞാൻ വിചാരിച്ചതുപോലെ അത് അലക്സിൻ്റേതുമായിരുന്നില്ല. അയാൾ അതും അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇത്രയൊക്കെ ചെയ്ത് ജോർജ് കുട്ടി ഞാൻ അലക്സിൻ്റെ ബോഡി അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതും അറിഞ്ഞിട്ടുണ്ടാവും. അയാൾ ഒരു പക്ഷേ ആ ബോഡിയും അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ആരോടും ഇതൊക്കെ പറയാതെ. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ ജോർജ് കുട്ടി ആ ബോഡി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വരുണിൻ്റേതെന്ന് കരുതി അലക്സിൻ്റെ ബോഡി അയാൾ ഫോറൻസിക് ലാബിൽ നിന്ന് എടുത്തുകൊണ്ട് പോകില്ലായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മാഡത്തിൻ്റെ മകൻ വരുണിൻ്റെ ബോഡി ഇപ്പോഴും ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെയാണുള്ളത്. അതും അസ്ഥികൂടമാവാതെ, ജോർജ് കുട്ടിക്ക് പോലും അറിയാതെ.